ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന തർക്കത്തിൽ ഗവർണറെ അനുനയിപ്പിക്കാനുള്ള മന്ത്രിമാരുടെ നീക്കം ഫലം കണ്ടില്ല. താൻ നിശ്ചയിച്ചവർ യോഗ്യരാണെന്നും അവരെ നിയമിക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. ഇക്കാര്യം മന്ത്രിമാരെ ഗവർണർ അറിയിച്ചു. എന്തുകൊണ്ട് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി എത്തിയില്ലെന്നും ഗവർണർ ചോദിച്ചു. ആന്റണി ജിസ് ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, അതൊരു സമവായത്തിൻ്റെ ഒരു സൂചനയല്ല ലഭിക്കുന്നത് അല്ലേ? തീർച്ചയായും ഈ നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായാണ് ഒരു സമവായ നീക്കത്തിലേക്ക് സർക്കാർ പോയത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും സംസാരിച്ച ഒരു സമവായത്തിൽ എത്തണം, അല്ലെങ്കിൽ തങ്ങൾ നിയമനം നടത്തുമെന്ന് കടുപ്പിച്ച് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നാളെ ആ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. രാവിലെ ഇന്നിപ്പോൾ മന്ത്രിമാരായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അതുപോലെ തന്നെ നിയമമന്ത്രി പി രാജീവും ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ടത്. പക്ഷേ ആ അനുനയ നീക്കം ഇപ്പോൾ പാളിയിരിക്കുന്നു. ഗവർണറുടെ നിലപാടിലും സർക്കാരിൻ്റെ നിലപാടിലും ഉറച്ച് നിൽക്കുകയാണ്. ഗവർണർ ഇന്നിപ്പോൾ മന്ത്രിമാരോട് കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ താൻ നിർദ്ദേശിച്ച പേരുകൾ അവർ യോഗ്യരാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഈ ഗവർണർ മുന്നോട്ട് വെച്ച പേര് എന്ന് പറയുന്നത് KTU സർവകലാശാലയിലേക്ക് സിസ തോമസിൻ്റെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ പ്രിയ ചന്ദ്രൻ്റെയും പേരുകളാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പേരുകളിൽ തന്നെ ഗവർണർ ഇപ്പോൾ ഉറച്ച് നിൽക്കുകയാണ്. പക്ഷേ സർക്കാർ ഈ സിസ തോമസിനെ നിയമിക്കുന്നതിനോട് ഒരു താല്പര്യം കാണിക്കുന്നില്ല. അത് നേരത്തെ ഈ സുപ്രീം കോടതിയിലടക്കം സർക്കാർ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം എന്തായാലും ഇല്ല. സിസ തോമസിനെ നിയമിക്കണമെന്ന നിലപാടിലും അതേപോലെ സിസ തോമസിനെയും പ്രിയ ചന്ദ്രനെയും നിയമിക്കണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഗവർണർ. ഏതായാലും അവർ യോഗ്യരാണ് എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. മറ്റൊന്നുള്ളത്, സുപ്രീം കോടതി പറഞ്ഞത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച നടത്താനല്ലേ, പിന്നെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ലോക് ഭവനിലേക്ക് ചർച്ചയ്ക്കായി എത്തിയില്ല എന്നുകൂടി ഗവർണർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് ചർച്ചകൾ തുടരും, പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം തുടരും എന്നുള്ള കാര്യം ഇപ്പോൾ മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നത്തെ ചർച്ചയുടെ കാര്യങ്ങൾ സുപ്രീം കോടതിയെ നാളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി ഈ വിഷയത്തിൽ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. കോടതി കൂടുതൽ കടുപ്പിക്കുമോ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനൊരു നീക്കമാണ് സംസ്ഥാന സർക്കാർ രാവിലെ നടത്തിയത്. അതിപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് തന്നെയാണ്. മന്ത്രിമാരും ഗവർണറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു അനുനയത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ.